അതെ, ഇത്ര നേരം കഴിഞ്ഞിട്ടും അയാൾ വന്നില്ല. പതിയെ പതിയെ എൻ്റെ മനസ്സിൽ ചെറിയ ചെറിയ സംശയങ്ങൾ തോന്നി തുടങ്ങി. ഇന്നത്തെ കാലത്ത് മുഖം പോലും കാണാത്തൊരാളെ പ്രണയിക്കുന്നു എന്ന് പറയുന്നത് തന്നെ വിഡ്ഢിത്തമാണ്. അയാൾ പറഞ്ഞിടത്ത് അയാളെ കാത്തിരിക്കുന്നു ഇത്രയും നേരം എന്നുള്ളത് അതിമണ്ടത്തരവും. ഇതൊക്കെ ചിന്തിക്കാൻ കഴിവുള്ള ഞാനെന്തേ ആരോ ഒരാൾ പറഞ്ഞ വാക്കും കേട്ട് ഇവിടെ വന്നിരുന്നു എന്നെനിക്ക് തോന്നി. എങ്കിലും എഴുന്നേറ്റ് പോകാൻ എന്തുകൊണ്ടോ എനിക്ക് തോന്നുന്നില്ല. അയാൾ വരും എന്നൊരു പ്രതീക്ഷ, പക്ഷെ വന്നില്ല. അങ്ങനെ പോകാം, തിരിച്ചു പോകാം എന്നുള്ളൊരു മനസ്സോടുകൂടി ഞാൻ അയാളുടെ ഫോൺ നമ്പറിലേക്ക് ഒന്നുകൂടെ ഡയൽ ചെയ്തു. പക്ഷേ സ്വിച്ച്ഡ് ഓഫ് എന്നായിരുന്നു മറുപടി. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഒരു ഫേക്കിനോടാണ് ഞാൻ ഇത്രയും നാൾ സംസാരിച്ചു കൊണ്ടിരുന്നത്. AI-കളുടെ കാലത്ത് വെറും ശബ്ദത്തെ പ്രണയിച്ച ഒരു പെൺകുട്ടിയെന്ന് ലോകം അറിയുന്നത് തന്നെ നാണക്കേടാണെന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റു. എനിക്ക് വല്ലാതെ കരയാൻ തോന്നുന്നുണ്ടായിരുന്നു. പക്ഷെ കരഞ്ഞാൽ ഞാനൊരു വിഡ്ഢിയാണെന്ന് ഞാൻ തന്നെ സമ്മതിക്കുന്നതിന് തുല്യമായി പോവില്ലേ എന്നും എനിക്ക് തോന്നി. ഞാൻ എൻ്റെ സങ്കടത്തെ തിരിച്ച് മനസ്സിലേക്ക് തന്നെ പറഞ്ഞുവിടാൻ ശ്രമിച്ചു. എൻ്റെ ഹൃദയം പറയുന്നത് കേൾക്കാതെ എൻ്റെ തലച്ചോറ് പറയുന്നത് മാത്രം അനുസരിച്ച് ഞാൻ ആ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഇറങ്ങാൻ തീരുമാനിച്ചു. എഴുന്നേറ്റ് നിന്നു എന്ന് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. അപ്പോഴേക്കും 2 പേർ എൻ്റെ അടുത്തേക്ക് നടന്നു വന്നു. ഭാര്യയും ഭർത്താവും ആണെന്ന് തോന്നുന്നു. ഒരു 60 വയസ്സോളം പ്രായമുള്ള ദമ്പതികളാണ് അവരെന്ന് എനിക്ക് തോന്നി. എൻ്റെ അടുത്ത് വന്ന് നിന്ന ഉടനെ തന്നെ അവരെൻ്റെ പേര് ചോദിച്ചു. ഞാൻ അതേന്ന് പറഞ്ഞു. പെട്ടെന്ന് അവർ പറഞ്ഞു, ഞാൻ അവൻ്റെ അമ്മയാണ്. കൂടെ ഉണ്ടായിരുന്ന ആൾ പറഞ്ഞു, ഞാനും അവൻ്റെ അച്ഛനും. മോളെ കാണാൻ വന്നത് മാത്രമല്ല, മോളോട് സംസാരിക്കാനും കൂടി വന്നതാണെന്ന്. എന്താണ് എനിക്ക് പറയാൻ പറ്റാന്ന് എനിക്കറിയില്ല. എനിക്ക് ദേഷ്യവും സങ്കടമൊക്കെ വന്നിട്ട് എൻ്റെ ശബ്ദം തൊണ്ടേ കുടുങ്ങിപ്പോയി. എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ആ സമയത്തെക്കുറിച്ച്, ആ നിമിഷത്തെക്കുറിച്ച് ഞാൻ ഫ്രീസ് ആയതുപോലെ തോന്നിപ്പോയി. ഒരു വലിയ ഫേക്കിനോടാണ് ഞാൻ ഇത്രയും നാൾ സംസാരിച്ചതെന്ന് എനിക്ക് തോന്നുന്നതിനൊപ്പം തന്നെ ഞാൻ വിചാരിച്ചു, ഇത് ശരിയാണോ? ഇയാളുടെ അച്ഛനും അമ്മയൊക്കെ തന്നെയാണോ ഇത്? അതോ എന്തോ വലിയൊരു ട്രാപ്പിലാണോ ഞാൻ വന്നുപെട്ടിരിക്കുന്നത്? ഈ ട്രാപ്പിൽ നിന്ന് എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ലേ? എനിക്ക് രക്ഷപ്പെടാൻ കഴിയില്ലേ എന്നൊക്കെയാണ് ഞാൻ ആലോചിച്ചത്. എൻ്റെ കൈകളൊക്കെ ഇടയ്ക്ക് വിറയ്ക്കുന്ന പോലെ എനിക്ക് തോന്നി. പക്ഷെ അതൊന്നും ഞാൻ പുറത്ത് കാണിച്ചില്ല. എൻ്റെ കണ്ണുകൾ നിറയുന്നുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല. പെട്ടെന്ന് തന്നെ ആ അമ്മ എൻ്റെ കൈകളിൽ ഇങ്ങനെ അമർത്തി എന്നോണം പിടിച്ചു. മോളെ, റിലാക്സ്. ആ അച്ഛൻ പറഞ്ഞു, മോളുടെ മനസ്സിപ്പം ഞങ്ങൾക്ക് വായിക്കാനാകുമെന്ന് പറയുന്നതിനേക്കാൾ ആ ശ്വാസവും ഹൃദയമിടിപ്പും കേൾക്കുന്നുണ്ട്. പേടിക്കരുത്, പേടിക്കാനൊന്നുമില്ല. മോളുടെ അച്ഛനെയും അമ്മയെയും പോലെയുള്ള 2 പേരാണ് ഞങ്ങൾ. ഞങ്ങൾക്ക് നിങ്ങളുടെ ബന്ധം ഇഷ്ടമാണ്. പക്ഷേ അവൻ പറയാത്ത ചില സത്യങ്ങളും മോള് കേൾക്കാത്ത ചില കാര്യങ്ങളും മോളോട് പറയാനാണ് ഞങ്ങൾ വന്നത്. അതിനുശേഷം മോൾക്ക് തീരുമാനിക്കാം ഈ ബന്ധം വേണമോ വേണ്ടയോ എന്ന്. എനിക്കിതൊന്നും കേൾക്കാനുള്ളൊരു മനസ്സുണ്ടായിരുന്നില്ല. ഞാൻ എൻ്റെ മനസ്സിലെ ദേഷ്യവും സങ്കടവും എല്ലാം എൻ്റെ ശബ്ദത്തിലാക്കിക്കൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു, എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? പറഞ്ഞോളൂ. ആ റെസ്റ്റോറൻറ്റിലിരുന്ന പലരും ഞെട്ടി ഞങ്ങളെ നോക്കി. ആ അമ്മ വളരെ മൃദുവായി എന്നെ അവിടെ ഒരു കസേരയിൽ പിടിച്ചിരുത്തി. എനിക്ക് അഭിമുഖമായി അവരും ഇരുന്നു. അപ്പോഴും ആ അമ്മയുടെ കൈകൾക്കുള്ളിൽ എൻ്റെ കൈകൾ ഇങ്ങനെ പിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ കൈകളിലെ വിറയൽ ആ അമ്മയുടെ കൈകളിലേക്ക് അരിച്ചിറങ്ങുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. എൻ്റെ കണ്ണുകൾ നിറയുന്നു എന്ന് നോക്കിയത് കൊണ്ടാവണം ആ അമ്മ പറഞ്ഞു, മോളെ,
അവനെ നിനക്ക് സ്വീകരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഒരിക്കലും അവനെ തനിച്ചായി നിനക്ക് സ്വീകരിക്കാൻ കഴിയില്ല. അവന് കുട്ടികളുണ്ട്, ഒരു കുടുംബമുണ്ട്. അതൊരു വലിയ കുടുംബവും കുട്ടികളുമാണ്. അതുകൂടെ മോള് സ്വീകരിക്കേണ്ടി വരുമെന്ന്. അപ്പോൾ അയാൾ ഡിവോഴ്സിയായിരുന്നോ, അതോ ഭാര്യ മരിച്ചു പോയവനാണോ? എൻ്റെ മനസ്സിലൊരു 100 കാര്യങ്ങൾ, ഒരു 100 സംശയങ്ങൾ ഇങ്ങനെ ഒരു പാമ്പിനെ പോലെ ഇങ്ങനെ ചുറ്റിത്തിരിയാൻ തുടങ്ങി. ഇതൊക്കെ എന്തുകൊണ്ടാണ് അയാൾ എന്നോട് ഇത്ര നാൾ മറച്ചു വെച്ചത്? എന്തുകൊണ്ടാണ് അയാൾ ഇതൊന്നും എന്നോട് പറയാത്തത്? എന്നെ ചീറ്റ് ചെയ്യുമായിരുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലായി. എൻ്റെ ഫ്രസ്ട്രേഷനും സങ്കടവും ദേഷ്യവും ഒക്കെ എൻ്റെ ശരീരം മുഴുവൻ ഒരു വിറയലായി പടർന്നു കയറി. അപ്പോഴും ആ അമ്മയും അച്ഛനും ചിരിച്ചുകൊണ്ട് എൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിയിരിപ്പുണ്ടായിരുന്നു. അയാൾ എന്തിനാണ് എന്നോട് ഇത്രയും നാൾ കള്ളം പറഞ്ഞത് എന്ന് ഞാൻ ചോദിച്ചു. ആ അമ്മ പറഞ്ഞു, മോളോട് അവൻ കള്ളമൊന്നും പറഞ്ഞിട്ടില്ല. മോളെ അവന് ഇഷ്ടമാണ്. ഹൃദയം കൊണ്ട് സ്നേഹിച്ചവരല്ലേ നിങ്ങൾ. അപ്പം പിന്നെ ചീറ്റ് ചെയ്യപ്പെടുകയോ വഞ്ചിച്ച് എന്ന് തോന്നുകയോ ചെയ്യേണ്ട കാര്യമില്ല കുട്ടി എന്ന്. അതൊക്കെ കേട്ട് നിൽക്കുന്നവർക്ക് പറയാൻ ഭയങ്കര ഈസിയാണ്. പക്ഷെ അത് അനുഭവിക്കേണ്ടി വരുന്നവരെ സംബന്ധിച്ച് അത് 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 തീരെ ഈസിയല്ല. എന്താണ് അയാളുടെ ഉദ്ദേശം എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ അമ്മ പറഞ്ഞു, മോളെ, ഒരാളിനെ നമ്മൾ സ്വീകരിക്കുമ്പോൾ അയാളുടെ പോസിറ്റീവും നെഗറ്റീവ്സും നന്മയും തിന്മയും പ്രാരാബ്ധങ്ങളും ബാധ്യതകളും ഭാഗ്യങ്ങളും സുഖസൗകര്യങ്ങളും ഇല്ലായ്മകളും എല്ലാം ഒന്നിച്ചു ചേർത്താണ് അയാളെ ജീവിതത്തിലേക്ക് സ്വീകരിക്കേണ്ടത്. അത്രയും ഞങ്ങൾ മോളോട് പറയുന്നുള്ളൂ. അങ്ങനെ സ്വീകരിക്കാനുള്ള മനസ്സ് മോൾക്കുണ്ടെങ്കിൽ നിങ്ങളെ രണ്ടുപേരെയും ചേർത്ത് വയ്ക്കാൻ ഞങ്ങൾ ഇന്നേ ഒരുക്കമാണ്. ഞാൻ പെട്ടെന്ന് തന്നെ ദേഷ്യത്തോടെ വയലൻ്റ് ആയിക്കൊണ്ട് പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ യാതൊരു തരത്തിലുള്ള വാത്സല്യവും ആവശ്യമില്ല. ഒരു ഫ്രോഡായിട്ടുള്ള ഒരു മകനെക്കുറിച്ചാണ് നിങ്ങൾ എന്നോട് സംസാരിക്കുന്നത്. നിങ്ങളിനി എന്തൊക്കെ തരത്തിലുള്ള വർത്തമാനം പറഞ്ഞാലും ശരി, എന്നോട് അയാൾ കാണിച്ച വഞ്ചനയെ അത് ഒന്നും തന്നെ ഇല്ലാത്തതാക്കുന്നില്ല. അതുകൊണ്ട് എനിക്ക് അയാളെ കാണണം, കണ്ടിട്ട് നല്ല 4 വർത്താനം പറയണം. ഒരു പെൺകുട്ടിയുടെ ജീവിതം എന്ന് പറയുന്നത് അവൻ്റെ നേരം പോക്കല്ലാന്ന് എനിക്ക് അവനോട് പറയണം. എന്നിട്ട് എൻ്റെ ജീവിതത്തിൽ പറ്റിപ്പോയൊരു വലിയ തെറ്റ്, അത് വെറും ഒരു സ്വപ്നമാണെന്ന് കരുതി മറന്ന് എനിക്കെൻ്റെ ജീവിതത്തിലേക്ക് പോകാൻ കഴിയും. ഞാൻ ഇന്നിൻ്റെ പെണ്ണാണ്, അല്ലാതെ അവനെ ഓർത്ത് കരഞ്ഞ് കാലം കഴിക്കുന്ന ഒരാളല്ല എന്ന് പറഞ്ഞു. ശരി, മോള് ഞങ്ങൾക്കൊപ്പം വരൂ. അവനെ കണ്ടിട്ട് അവനോട് സംസാരിച്ചിട്ട് നിങ്ങൾ തന്നെ തീരുമാനിച്ചോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവർക്കൊപ്പം പോകാൻ തീരുമാനിച്ചു. വരുന്നത് വരട്ടെ, എന്തു വന്നാലും ഞാൻ ഫേസ് ചെയ്യും, ഞാൻ സേഫായിട്ട് തിരിച്ചു വരും എന്നുള്ള കോൺഫിഡൻസിൽ അവരോടൊപ്പം പോകാൻ വേണ്ടി ഞാൻ അവരുടെ കാറിനടുത്തേക്ക് ചെന്നു. ആ കാറിലേക്ക് കയറി. പെട്ടെന്ന് ബാക്കി പറഞ്ഞു തീർക്കാൻ എനിക്ക് പറ്റുന്നില്ല. എൻ്റെ മാനസികാവസ്ഥ നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുമല്ലോ. എൻ്റെ വല്ലാതെ ഹൃദയം നുറുങ്ങുന്നു. എനിക്ക് ആ അവസ്ഥ അത്ര മോശമായിരുന്നു. നാളെ കാണാം. ഗുഡ് നൈറ്റ്.